തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. സ്വർണ്ണവില കേട്ട് ഞെട്ടിയോ? എന്നാൽ എല്ലാവർക്കും സ്വർണ്ണം വാങ്ങാം. തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ, അതിമനോഹരമായ ഡിസൈനുകൾ, 1 ഗ്രാം മുതൽ നെക്ലസുകൾ, ബ്രേസ്ലെറ്റുകൾ, റിങ്ങുകൾ, മിതമായ പണിക്കൂലിയും ആയുഷ്കാല മെയിന്റനൻസ് സപ്പോർട്ടും. ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തൂബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. വാർത്തകൾ വിശദമായി. വീടിന്റെ അകത്തളങ്ങളിൽ ഒറ്റപ്പെട്ടുപോയ കിടപ്പ് രോഗികൾക്കും പാലിയേറ്റീവ് രോഗികൾക്കുമായി നന്നമ്പ്ര ഗ്രാമപഞ്ചായത്തും നന്നമ്പ്ര കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി പാലിയേറ്റീവ് സംഗമം സംഘടിപ്പിച്ചു. കൊടിഞ്ഞി MA ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് ആളുകൾ നമുക്കിടയിൽ പഞ്ചായത്തിലെ ഇത്തരത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പാലിയേറ്റീവ് വളരെയധികമാണ്. 15 ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ 1 മാസം കൂടുമ്പോഴോ വീടുകളിൽ വരുമ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമാണ്. കാരണം ഇവർ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഇവരെപ്പോഴാണ് വരുന്നത്. ഒന്നുമില്ല, ഇവർ തമ്മിൽ കൂടുതൽ മരുന്നുകളോ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഒരു 5 മിനിറ്റ് വേണ്ടിയും ഈ രോഗിയോട് അവരുടെ സങ്കടങ്ങൾ കേൾക്കുവാനും സന്തോഷങ്ങൾ കേൾക്കുവാനും ചെലവഴിക്കുന്നു. മറ്റു അവർക്ക് വേണ്ട ഒരുപാട് മറ്റു കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ചടങ്ങിന് പഞ്ചായത്ത് പ്രസിഡന്റ് തസ്ലിന ഷാജി പാലക്കാട്ട് അധ്യക്ഷത വഹിച്ചു. കോമഡി ഉത്സവം ഫെയിമസ് സമദ് കോട്ടപ്പുറം ചടങ്ങിന് മുഖ്യാതിഥിയായി. ഏകദേശം 4 ദിവസം 3 ദിവസം ആകുമ്പോഴേക്കും അതിന്റെ ഡ്രസ്സിങ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ ടൈമിൽ എന്താ പറയുക, നമ്മളെ ഡ്രസ്സ് കയ്യിൽ വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്യുന്ന ടൈമിൽ എല്ലിൽ നിന്ന് മാംസമൊക്കെ വീഴാൻ തുടങ്ങി, എല്ല് മാത്രം കാണാൻ തുടങ്ങി. അപ്പൊ പിന്നെ അത് വെച്ചിട്ട് എന്തായാലും കാര്യങ്ങളെന്നില്ലാതെ കാരണം അണക്കാനോ ഒന്നും ചെയ്യാൻ ചലനം ഇല്ലാതെ 2 കൈകളായിരുന്നു. അപ്പം അതൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളായപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു വെച്ചിട്ട് കാര്യമില്ല, എന്തെങ്കിലും മുറിച്ച് ഒഴിവാക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ 2 കൈയും മുറിച്ച് ഒഴിവാക്കി. മാത്രമല്ല അവിടെ തന്നെ എനിക്ക് കാലുകൊണ്ടുള്ള പ്രാക്ടീസ് ചെയ്ത് തന്നത് അവിടുത്തെ ഡോക്ടർമാർ സിസ്റ്റർമാരാണ്. എന്നോട് ആദ്യം തന്നെ പറഞ്ഞത് സമ്മതി കൈ ഇല്ല എന്ന് വിചാരിച്ച് കൈകൾ മുറിച്ച് ഒഴിവാക്കി കൈകളില്ലാതെ ജീവിക്കാൻ പ്രയാസപ്പെടുമെന്ന് വിചാരിച്ചത് ഒരിക്കലും ടെൻഷനായിട്ട്. കാരണം 2 കൈകളുമില്ലാത്ത ഒരുപാട് ആളുകളോട് ജീവിക്കുന്നുണ്ട്. പല ഇതിനേക്കാളും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്ന ഒരുപാട് വ്യക്തികൾ നമ്മൾ ഈ ഒരു ലോകത്തിൽ തന്നെ ഉണ്ട് നമുക്കറിയാം. അങ്ങനെ എന്നോട് പറഞ്ഞ സമയത്ത് ഈ കാലുകൊണ്ട് എല്ലാ കാര്യവും ചെയ്ത് പഠിക്കണം. ആദ്യമായിട്ട് തന്നെ എനിക്ക് അവിടുന്ന് ഒരു പെന്നും നോട്ട്ബുക്കൊക്കെ വാങ്ങി തന്നു. കാലിന്റെ വിരലിന്റെ അടിയിൽ വെച്ച് കാലുകൊണ്ട് എഴുതാൻ പഠിപ്പിച്ചു. അതേപോലെ തന്നെ ചിത്രം വരയ്ക്കാൻ പഠിപ്പിച്ചു. അതുപോലെ ചെറിയ അന്നത്തെ ഒരു ചെറിയ ടോയ്സ് കാര്യങ്ങളൊക്കെ അതൊക്കെ കാലുകൊണ്ട് പിടിച്ചാണെങ്കിൽ ബാലൻസ് ക്ലിയർ ചെയ്യാൻ വേണ്ടത് ചെയ്തവരെ ശീലിച്ചു തന്നു. പിന്നെ ഒരു 3-4 മാസത്തോളം ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയിരുന്നു. അതിനുശേഷം ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലൊക്കെ വന്നതിന് ശേഷം ഞാൻ 6ാം ക്ലാസ്സിൽ നിന്ന് 7ാം ക്ലാസ്സിലേക്ക് തിരിച്ച് ആ ഒരു ടൈമിലായിരുന്നു. കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീമനിത വിഷയാവതരണം നടത്തി. ദീർഘകാലമായി പരിരക്ഷാ നഴ്സായി സേവനം ചെയ്യുന്ന ഫൗസിയയെ ചടങ്ങിൽ വച്ച് ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ യാസ്മിൻ അരിമ്പ്ര, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒടിയിൽ പി.ചു, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NV മൂസക്കുട്ടി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സുമിത്ര ചന്ദ്രൻ, കുഞ്ഞുമൊയ്തീൻ എന്ന ബാപ്പുട്ടി, ബ്ലോക്ക് മെമ്പർ സുഹറ ഷിഹാബ്, പഞ്ചായത്ത് അംഗം PK റൈഹാനത്ത്, P പ്രസന്നകുമാരി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VK ഷമീന സ്വാഗതവും HI ഉമേഷ് നന്ദിയും പറഞ്ഞു. കുടുംബശ്രീ ആശാപ്രവർത്തകരുടെ വിവിധ കലാപരിപാടികളും ചടങ്ങിൽ വെച്ച് അരങ്ങേറി. രാവിലെ തുടങ്ങിയ സംഗമം വൈകിട്ടോടെയാണ് സമാപിച്ചത്. പഞ്ചായത്ത് അംഗങ്ങളായ മുസ്തഫ നടുത്തൊടി, മുഹമ്മദ് കുട്ടി നടുത്തൊടി, ബാലൻ CM, സിദ്ദീഖ് ഒള്ളക്കൻ, സൗദ മരക്കാരുട്ടി, റൈഹാനത്ത് അമ്പരക്കൽ,
കുഞ്ഞു മുഹമ്മദ് അച്ചറക്കൽ, ധന ടീച്ചർ ധന്യദാസ്, ഷെരീഫ MP, ഷാഹുൽ ഹമീദ, ഉമ്മു ഹബീബ, മുഹമ്മദ് സ്വാലിഹ, പഞ്ചായത്ത് സെക്രട്ടറി ദേവേഷോ, MA ഹയർ സെക്കൻഡറി സ്കൂൾ ജനറൽ സെക്രട്ടറി ഉണ്ണി മൊയ്തീൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ മുസ്തഫ ഊർപ്പായി, ഷാഫി പൂക്കയിൽ, ഗോപാലൻ, മോഹനൻ, റിജു, ആലങ്കീർ, സിദ്ദീഖ് പനക്കൽ, മാളിയാട്ട് റസാഖ് ഹാജി, കൊടിഞ്ഞി MA ഹയർ സെക്കൻഡറി സ്കൂൾ JRC വിദ്യാർത്ഥികൾ, കുടുംബശ്രീ ആശാപ്രവർത്തകർ, വിവിധ ക്ലബ്ബ് അംഗങ്ങൾ, TM പാലിയേറ്റീവ്, സഹചാരി, സാന്ത്വനം പാലിയേറ്റീവ് അംഗങ്ങൾ ചടങ്ങിൽ സംബന്ധിച്ചു. കടുവള്ളൂർ ഫോർലാൻ ക്ലബിൻ്റെ വക പങ്കെടുത്ത മുഴുവൻ പേർക്കും ഫ്രൂട്ട്സ് കിറ്റ് വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.